PSC പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് മാജിക് മെറ്റീരിയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. വെറും 5 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഓരോ മാർക്കും ഇവിടെ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് ഗണിത ശാസ്ത്രത്തിലെ ഗോളത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതുവരെ PSC ചോദിച്ച ഗോളവുമായി ബന്ധപ്പെട്ട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗോളത്തെക്കുറിച്ച് അതിൻ്റെ ആദ്യം ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗോളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോർമാറ്റ് 6 ആരമാണ്. അതുപോലെ തന്നെ വ്യാപ്തം 4/3 πr³ ആണ്. ഉപരിതല വിസ്തീർണം 4 πr² ആണ്. അപ്പോൾ ഇതിൻ്റെ ഗോളത്തിൻ്റെ 6 ആരം, അതുപോലെ തന്നെ വ്യാപ്തം 4/3 πr³ ആണ്. ഉപരിതല വിസ്തീർണം 4 πr² ആണ്. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ചോദ്യം, 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എത്രയാണെന്ന്. അപ്പോൾ വ്യാപ്തം നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. വ്യാപ്തം 4/3 πr³ ആണ്. 6 3 ആണ്. അങ്ങനെ നമ്മൾ അത് അപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് 36 π ഇവിടെ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ വ്യാപ്തം കാണാൻ അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. 4/3 πr³ ആണ്. അടുത്ത ഒരു ചോദ്യമാണ്, ഒരു ഗോളത്തിൻ്റെ വ്യാസം 10 സെന്റിമീറ്റർ ആയാൽ ഉപരിതല വിസ്തീർണം എത്ര? അപ്പോൾ ഉപരിതല വിസ്തീർണം കാണാൻ 4 πr² ആണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വ്യാസം ഇവിടെ 10 സെന്റിമീറ്റർ ആണ് എങ്കിൽ വ്യാസാർദ്ധം എത്ര വയ്ക്കുമ്പോൾ 5 സെന്റിമീറ്റർ ആണ്. 6 5 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ വ്യാസം 10 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ വ്യാസാർദ്ധം അതിൻ്റെ പകുതി 5 സെന്റിമീറ്റർ ആണ്. അതിവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് 100 π ആണ് ഇവിടെ കിട്ടുക. ഉപരിതല വിസ്തീർണം കാണാൻ 4 πr² ആണ്. അടുത്ത പ്രധാനപ്പെട്ടതാണ് ഒരു ചോദ്യമാണ്, ഇപ്പോഴും നിരന്തരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു ഗോളത്തിൻ്റെ ആരം 2 മടങ്ങ് വർദ്ധിച്ചാൽ അതിൻ്റെ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കുമെന്നാണ്. ഇപ്പോൾ 2 ഫോർമാറ്റ് നമ്മളിവിടെ മനസ്സിലാക്കണം. ആദ്യം നമുക്ക് ഒരു ഗോളത്തിൻ്റെ അല്ലെങ്കിൽ അർദ്ധഗോളത്തിൻ്റെ ആരം അല്ലെങ്കിൽ വ്യാസം x മടങ്ങായാൽ ഉപരിതല വിസ്തീർണം കാണാൻ s² മടങ്ങാവും. s² മടങ്ങാവും എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇവിടെ വ്യാപ്തം എത്ര മടങ്ങാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഗോളത്തിൻ്റെ ആരം 2 മടങ്ങ് വർദ്ധിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാണ് എന്നാണ് ചോദിച്ചിരുന്നത്. ഉപരിതല വിസ്തീർണം ഇതേപോലെ മടങ്ങാവുമ്പോൾ s² നമ്മളവിടെ അപ്ലൈ ചെയ്യുക. വ്യാപ്തമാകുമ്പോൾ വ്യാപ്തം s³ മടങ്ങാകും. വ്യാപ്തം കാണാൻ s³ മടങ്ങാകും. അപ്പോൾ 2 ആരം 2 മടങ്ങ് വർദ്ധിച്ചാൽ വ്യാപ്തം 2³ കൊടുത്തു 8 മടങ്ങാണ്. ഉപരിതല വിസ്തീർണം മടങ്ങിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ s²ഉം വ്യാപ്തം ആകുമ്പോൾ എന്താണ് s³ മടങ്ങാവും. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ഒരു ഗോളത്തിൻ്റെ അല്ലെങ്കിൽ അർദ്ധഗോളത്തിൻ്റെ ആരം വ്യാസം x മടങ്ങായ ഉപരിതല വിസ്തീർണം s²ഉം അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യാപ്തം s³ മടങ്ങാകും. അത് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ടതാണ്, ഒരു ഗോളത്തിൻ്റെ ആരം 4 മടങ്ങ് വർദ്ധിച്ചാൽ അതിൻ്റെ ഉപരിതല വിസ്തീർണം എത്ര മടങ്ങാകും? ഇവിടെ ഉപരിതല വിസ്തീർണം എത്ര മടങ്ങാവും എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ആരം 4 മടങ്ങ് വർദ്ധിച്ചാൽ വിസ്തീർണം s². അപ്പോൾ 4s² 16 മടങ്ങ്. നേരത്തെ അതിൻ്റെ ഫോർമാറ്റ് നമ്മളിവിടെ സൂചിപ്പിച്ചിരുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ടതാണ്, 2 ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം 27:64 ആയാൽ ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം എത്രയാകുന്നു എന്നായിരുന്നു ചോദ്യം. അപ്പോൾ വ്യാപ്തങ്ങളുടെ അംശബന്ധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആരങ്ങളുടെ അംശബന്ധം എത്രയാണ്? അപ്പോൾ 3:4 ആണ് അല്ലേ. ഒരു ഭാഗം എടുക്കുക. ഒരു ഭാഗം എടുക്കുമ്പോൾ 3:4 ആണ്. അപ്പോൾ 3 × 3 × 3 ആണ് 27. ഇവിടെ 4 × 4 × 4 ആണ് 64. അപ്പോൾ ആരങ്ങളുടെ അംശബന്ധം 3:4 ആണ്. അപ്പോൾ വിസ്തീർണങ്ങളുടെ അംശബന്ധം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം കാണാൻ a² ആണ്. അതുകൊണ്ട് ഇവിടെ ആരങ്ങളുടെ അംശബന്ധം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ചെയ്യുക. 3² 9, 4² 16 ആണ്. അപ്പോൾ വ്യാപ്തങ്ങളുടെ അംശബന്ധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 27:64 ആണ്. ആരങ്ങളുടെ അംശബന്ധം നമുക്കറിയാം. ഒരു 3 × 3 × 3 ആണ് 27. അതേപോലെ 4 × 4 × 4 ആണ് 64. അപ്പോൾ ആരങ്ങളുടെ അംശബന്ധം 3:4 ആണ്. ഒരു ഭാഗം മാത്രം. വിസ്തീർണങ്ങളുടെ അംശബന്ധം കാണാൻ a² ആണ്. ആ 3² കൊടുത്തു 9, 4² 16 ആണ്. അടുത്ത പ്രധാനപ്പെട്ടതാണ്, ചോദിച്ചതാണ്, 2 ഗോളങ്ങളുടെ വിസ്തീർണങ്ങളുടെ അംശബന്ധം 4:9 എങ്കിൽ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്രയാണ് എന്നാണ് ചോദ്യം. വിസ്തീർണങ്ങളുടെ അംശബന്ധം 4:9 ആണ്. അപ്പോൾ ആരങ്ങളുടെ അംശബന്ധം എന്തായിരിക്കും? ഒരു ഭാഗം അല്ലെ 2:3 ആണ്. അപ്പോൾ വ്യാപ്തങ്ങളുടെ അംശബന്ധം കാണാൻ
എ ക്യൂബ് ഇസ് ദ റേഷ്യോ ബി ക്യൂബ് ആണ്. ആരങ്ങളുടെ അംശബന്ധത്തിന് 2 ക്യൂബ് 8, 3 ക്യൂബ് പറയുമ്പോൾ 27 ആണ്. അപ്പോൾ വിസ്തീർണത്തിന്റെ അംശബന്ധം 4:9 ആണ്. ആരങ്ങളുടെ അംശബന്ധം 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 അങ്ങനെ കണ്ടെത്തി. ആരങ്ങളുടെ അംശബന്ധം നമ്മൾ കണ്ടെത്തി. വ്യാപ്തങ്ങളുടെ അംശബന്ധം പറയുമ്പോൾ എ ക്യൂബ് ഈസ് ദ റേഷ്യോ ബി ക്യൂബ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് രേഖപ്പെടുത്തി വയ്ക്കുക. അടുത്തത് പ്രധാനപ്പെട്ടതാണ്. വക്കുകളുടെ എല്ലാം നീളം 6 സെന്റിമീറ്റർ ആയ ഒരു സമുചതുര കട്ടയിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാപ്തം എത്രയാണെന്നാണ് ചോദ്യം. വ്യാപ്തം കാണാൻ 4/3 πr ക്യൂബ് ആണെന്നറിയാം. അപ്പൊ ഗോളത്തിന്റെ വ്യാസം 6 സെന്റിമീറ്റർ ആണ്. വ്യാസത്തിന്റെ അർദ്ധം 3 സെന്റിമീറ്റർ ആണ്. അതിവിടെ അപ്ലൈ ചെയ്തപ്പോൾ 36 π നമുക്ക് കിട്ടി. അപ്പോൾ വക്കുകളുടെ എല്ലാം നീളം 6 സെന്റിമീറ്റർ ആയ ഒരു സമചതുര കട്ടയിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാപ്തമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോളത്തിന്റെ വ്യാസം 6 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വ്യാസാർദ്ധം 3 സെന്റിമീറ്റർ ആണ്. ഗോളത്തിന്റെ വ്യാപ്തമുള്ള ഫോർമാറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 36 π ഇവിടെ ലഭിക്കും. ഇനി അടുത്ത് പ്രധാനപ്പെട്ടതാണ്, നിരന്തരമായി ചോദിക്കുന്നതാണ്. മൂടിയുള്ള 17x8x5 വശമുള്ള ഒരു ചതുരപ്പെട്ടിയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഇത്ര മാത്രമേ ഉള്ളൂ. ചതുരപ്പെട്ടിയുടെ ഏറ്റവും ചെറിയ വശമായിരിക്കും ആ ഗോളത്തിന്റെ വ്യാസം. ഇവിടെ ഏതാണ്? 5 ആണ്. അപ്പം 5 നമുക്ക് ഉത്തരമായി കിട്ടും. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. മൂടിയുള്ള 17x8x5 വശമുള്ള ഒരു ചതുരപ്പെട്ടിയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം കാണാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഒരു ചതുരപ്പെട്ടിയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം ആ ചതുരപ്പെട്ടിയുടെ ഏറ്റവും ചെറിയ വശത്തിന്റെ അളവിന് തുല്യമായിരിക്കും. അത് രേഖപ്പെടുത്തി വയ്ക്കുക. ഒരിക്കൽ കൂടി പറയാം. ഒരു ചതുരപ്പെട്ടിയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം ആ ചതുരപ്പെട്ടിയുടെ ഏറ്റവും ചെറിയ വശത്തിന്റെ അളവിന് തുല്യമായിരിക്കും. ഇവിടെ ചെറിയ അളവ് 5 അല്ലേ? അപ്പോൾ ഗോളത്തിന്റെ വ്യാസം 5 ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മാജിക് മെറ്റീരിയൽ. അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.